ആത്മാബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിലെ ജീവിതം ശാശ്വതമല്ല. അല്പനാൾ മാത്രം കഴിച്ചുകൂട്ടി ഇവിടെ നിന്നും പോകേണ്ടവരാണ് നാം. സ്ഥിരമായി ഒരാൾക്കും ഇവിടെ കൂടാൻ സാധിക്കുകയില്ല. അതിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന സമയം നാം നമ്മെ തിരിച്ചറിയാൻ ഉള്ള അറിയേണ്ടത് അറിവ് നേടാൻ പരിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടൊരു കവി പറയുകയാണ്, ഒരു നാളിവയൊക്കെ വിട്ടു നാം പിരിയേണ്ടവരെന്ന വാസ്തവം. ഒരു നാളിവയൊക്കെ വിട്ടു നാം പിരിയേണ്ടവരെന്ന വാസ്തവം. അറിയുന്നവർ നമ്മളെങ്കിലോ അറിയേണ്ടതറിഞ്ഞുകൊള്ളണം. ഈ ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. നാം ഇവിടെ നിന്നും ഇവിടേക്ക് വന്നവരാണ് എന്നും ഇവിടെ നിന്നും പോകേണ്ടവരാണ് എന്ന സത്യം നമ്മൾ മറക്കരുത്. അതാണ് ഒരു നാളിവയൊക്കെ വിട്ടു നാം പിരിയേണ്ടവരെന്ന വാസ്തവം. അറിയുന്നവർ നമ്മളെങ്കിലോ അറിയേണ്ടതറിഞ്ഞുകൊള്ളണം. ഇതറിയുന്ന ഒരാൾ, ഇവിടെ ഒന്നും ശാശ്വതമല്ല, ഇതൊക്കെ വിട്ട് ഒരു നാൾ നമ്മൾ പോകണം എന്നറിയുന്ന ഒരാൾ അറിയേണ്ടത് അറിയണം. എന്താണ് അറിയേണ്ടത്? ഈ ലോകത്തിലുള്ള അറിവുകൾ ധാരാളം നാം സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്നു. ഇനി ഒന്നിൻ്റെയും കുറവില്ല. ഭൂമിയെക്കുറിച്ച് മുഴുവൻ പഠിച്ചു, ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച് പഠിച്ചു, ആകാശഗോളങ്ങളെക്കുറിച്ച് പഠിച്ചു, സൂര്യനെക്കുറിച്ച് പഠിച്ചു. ഇതെല്ലാം അറിഞ്ഞു. അതല്ല നമ്മൾ അറിയേണ്ടത്. ഇതെല്ലാം അറിഞ്ഞാലും തന്നെക്കുറിച്ച് ഒരു ചുക്കും നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ തന്നെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, താൻ ആരാണെന്ന വാസ്തവം അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒന്നും അറിയേണ്ടതായിട്ടില്ല. ഇതെല്ലാം അറിഞ്ഞാൽ ഉണ്ടാകുന്ന സംതൃപ്തി തന്നെക്കുറിച്ചറിയുമ്പോൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ഇനി മറ്റൊന്നും എനിക്ക് അറിയേണ്ട എന്ന അവസ്ഥ വരുന്നു. ദാഹിച്ചു വലഞ്ഞ ഒരാളുടെ മുമ്പിൽ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടി. ആ വെള്ളം സുഭിക്ഷമായി ആർത്തിയോടുകൂടി കുടിച്ചു. പിന്നെ അദ്ദേഹത്തിന് വെള്ളം അന്വേഷിക്കുമോ? എവിടെയാണ് വെള്ളം എന്ന് പിന്നീട് അന്വേഷിക്കില്ല. പരിപൂർണ സമാപ്തിയിൽ അവിടെ എത്തുന്നു. അവിടെ ഒരു പൂർണ്ണ ആനന്ദം അനുഭവമാകുന്നു. അതേപോലെ ഓരോ മനുഷ്യനും വിരയുന്നു. മനുഷ്യൻ ഏതിനോ വേണ്ടി ഓരോ മനുഷ്യനും വിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കണ്ടെത്തി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തി മറ്റെന്ത് കിട്ടിയാലും ഉണ്ടാവുകയില്ല. അതിനാൽ ആ അറിവാണ് തന്നെക്കുറിച്ചുള്ള അറിവ് എന്ന്. പക്ഷേ നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്നെക്കുറിച്ച് ഇത്രയൊക്കെ അറിയാനുണ്ടോ എന്നാണ്. എനിക്കറിയില്ലേ? ഞാൻ ആരാണെന്ന വാസ്തവം എനിക്കല്ലാതെ വേറെ ആർക്കാണ് അറിയുക? ഈ ധാരണയാണ് നമുക്കുള്ളത്. പക്ഷേ വാസ്തവത്തിൽ നമുക്കറിഞ്ഞുകൂടാത്ത ഏക വസ്തു എന്നെക്കുറിച്ചാണ്. ഞാനെന്ന് ധരിച്ചിരിക്കുന്ന ഞാനല്ല വാസ്തവത്തിൽ. ഞാൻ ഈ ദേഹത്തോടു കൂടിയ ഒരു വ്യക്തിയാണ് എന്നും, സ്ത്രീ, പുരുഷൻ, കുട്ടി, വൃദ്ധൻ, ഈ അവസ്ഥകളൊക്കെ ശരീരത്തിനുണ്ടാകുമ്പോൾ ഇതൊക്കെ ഞാനാണ് എന്നും, വാർദ്ധക്യാവസ്ഥ, ബാല്യ, കൗമാര, വാർദ്ധക്യാദി ദശകളൊക്കെ എൻ്റെ ശരീരം എന്നൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിനുള്ളതാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ ആരാണെന്ന് മാത്രം അറിയില്ല. ഞാൻ ഇപ്പോഴും അന്ധമായി ധരിച്ചിരിക്കുന്നത് ദേഹമാണ്. അതുകൊണ്ടാണ് ഞാനൊരു സ്ത്രീയാണ്, ഞാനൊരു പുരുഷനാണ് എന്നീ വ്യവഹാരത്തിന് കാരണമായിരിക്കുന്നത്. എന്നാൽ ഈ സ്ത്രീ പുരുഷ ഭാവത്തിന് അതീതമായ ഒരു ശക്തി വിശേഷമാണ്
സർവജ്ഞനും സർവവ്യാപിയും സർവശക്തനുമായ ജഗതീശ്വരൻ തന്നെയാണ് എന്നിൽ വർത്തിക്കുന്നത്, ഞാനായിരിക്കുന്നത്. അതിനെ വേറെയും ഞാൻ വേറെയുമായി കണ്ടതാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണമായിരിക്കുന്നത്. അതിനാൽ എൻ്റെ യഥാർത്ഥമായ അവസ്ഥയെ അറിയുക എന്നതാണ് ഏറ്റവും വലിയ അറിവ്. ഒരു നാളിവയൊക്കെ വിട്ടു നാം പിരിയേണ്ടവരെന്ന വാസ്തവം അറിയുന്നവർ നമ്മളെങ്കിലോ അറിയേണ്ടതറിഞ്ഞുകൊള്ളണം. അറിയേണ്ടതെന്താ? എന്നെക്കുറിച്ചുള്ള അറിവ് തന്നെ. അതറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതായിട്ടില്ല. ഞാനിവിടെ നിന്ന് വിട്ടുപോകുന്നുമില്ല, ഞാൻ വന്നിട്ടുമില്ല, എനിക്ക് ജനനവുമില്ല മരണവുമില്ല. ഭാസത്വം ചിത്തും ആനന്ദവുമായിരിക്കുന്ന ആ പരമാത്മാവാണ് നാം ഓരോരുത്തരും എന്ന തിരിച്ചറിവാണ് നമുക്ക് കിട്ടുക. അതല്ലേ വേണ്ടത്?